സമരം ചെയ്യുന്നവരോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിന് ഉള്ളത്. അതുതന്നെയാണ് ആശാവർക്കർമാരുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാവിലെ 10 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഓണറേറിയമില്ല, വേതനമില്ല, ഒരു ആനുകൂല്യവുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് അവർ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത്. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഈ ചർച്ച ഫലം കാണുമോ? എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? മറ്റു വിശദാംശങ്ങൾ. രജനി, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങിയിട്ട് 6 ദിവസം പിന്നിടുന്നു. ആശാവർക്കർമാരുടെ സമരം 6 ദിവസം പിന്നിടുകയാണ്. ഈ 6 ദിവസം പിന്നിടുന്ന സമയത്താണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് വിളിക്കാൻ ആരോഗ്യമന്ത്രി തന്നെ തയ്യാറായിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവർ സമരത്തിലേക്ക് വന്നത്. രാപ്പകൽ സമരം. ഒരു പറ്റം വനിതകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാവും പകലും സമരത്തിലിരിക്കുമ്പോൾ 6 ദിവസം വേണ്ടി വന്നു സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുവാൻ. ഇവരുടെ വിഷയം എന്താണെന്നൊന്ന് കേൾക്കുവാൻ പോലും കൂട്ടാക്കാൻ 6 ദിവസം സർക്കാരിന് വേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സമരം വളരെ ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ 10 മണിക്ക് ചർച്ച ആരംഭിക്കും. 10 മണിക്കാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കുന്നത്. നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് 10 മണിക്ക്. എങ്ങനെ വിശ്വാസമുണ്ടോ? ഈ 6 ദിവസം പിന്നിടുന്നു സമരം തുടങ്ങിയിട്ട്. രാവും പകലും സ്ത്രീകൾ ഈ കാറ്റും മഴയും എല്ലാം ഏറ്റുകൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിൽക്കുകയാണ്. ഈ 6 ദിവസം പിന്നിടുമ്പോഴാണോ സർക്കാരിന് കണ്ണു തുറക്കേണ്ട അവസ്ഥ എത്തിയത്? അത് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇട്ടേച്ച് പോകുന്നവരല്ല. അതുപോലെ ഉത്തരവ് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തിരിക്കും. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണറേറിയം കിട്ടുന്നത് വെറും 7000 രൂപയാണ്. അപ്പം ഞങ്ങൾ 30 ദിവസം വർക്കെടുക്കുന്നവരാണ്. അപ്പോൾ ആ 7000 രൂപ, അപ്പോൾ ഒരു ദിവസം എത്ര രൂപയായി? ഇന്ന് സാധാരണ ഒരു ജോലിക്കാരന് ഒരു ദിവസം കുറഞ്ഞത് 750 രൂപ ഒരു ദിവസം കൂലിയുണ്ട്. അതുപോലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു 1/3 ഭാഗം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു 10 ക്രൈറ്റീരിയയുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പൈസകളൊക്കെ വെട്ടിക്കുറയ്ക്കുന്നു ഓണറേറിയം. അപ്പോൾ അത് നമുക്ക് ആ ക്രൈറ്റീരിയയിൽ എടുത്ത് കളയണം, മാനദണ്ഡങ്ങൾ അത് മാറ്റിക്കളയണം. പിന്നെ ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഓണറേറിയം കിട്ടുന്നത് 3 മാസമായി. 3 മാസം കൊണ്ട് ഞങ്ങളുടെ ഓണറേറിയം മുടങ്ങിയിരിക്കുകയാണ്. 3 മാസം കൊണ്ട് ഓണറേറിയം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഓണറേറിയം എല്ലാ മാസവും 5-ാം തീയതിക്കകം ഞങ്ങൾക്ക് തരണം. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം വീട് വാടക കൊടുക്കാനില്ല, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, മറ്റ് കടഭാരങ്ങളുള്ളവർ, ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ പറ്റാത്തവർ, ഒത്തിരി വിധവകളുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നവരാണ് ഈ ആശമാർ. 10-17 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് 62ാമത്തെ വയസ്സിൽ വെറും കൈയോടെ പറഞ്ഞ് അയക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം 62ാമത്തെ വയസ്സിൽ ഞങ്ങളെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം പിരിച്ചുവിടൽ ആനുകൂല്യമായിട്ട് ഞങ്ങൾക്ക് തരണം. അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പെൻഷൻ തരണം. ഇപ്പോൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കുന്നവരുണ്ട്. അത് എത്ര രൂപ ആയിക്കോട്ടെ, ആ പെൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആദ്യം പോയി കണ്ടു. അപ്പോഴിത് അനാവശ്യ സമരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആദ്യം ആരോഗ്യമന്ത്രി കണ്ടിരുന്നു. ആദ്യം ഞങ്ങൾ പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ സമരം 10-ാം തീയതി തുടങ്ങുന്നു. 11-ാം തീയതി ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ ഈ നിവേദനം കൊടുത്തപ്പോൾ ഞങ്ങൾ ആശുമാരുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഇത് അനാവശ്യമല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താണ് അവർ ചർച്ച ചെയ്തത്? ഞങ്ങൾക്ക് ഒരു രൂപ പോലും നമ്മുടെ ഈ ബഡ്ജറ്റിൽ അവർ കൂട്ടാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര പ്രയാസമായി. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഗവൺമെൻറ് നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓണറേറിയം എല്ലാ മാസവും കറക്റ്റായിട്ട് തരിക. 3 മാസം മുടക്കമുള്ള പെൻഡിങ് തീർത്ത് തരണം. പിന്നെന്തുവാ, പിരിച്ചുവിടൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ അനുവദിക്കുക. 62 വയസ്സ് കഴിഞ്ഞ് പിരിച്ചുവിടുമോ എന്നുള്ള ഒരു ഇത് വേണം. കാരണം അവർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എങ്കിൽ ഇടയ്ക്ക് അതിൻ്റെ ഓർഡർ ഉണ്ടെങ്കിലേ നമുക്കത് FHSൽ ചർച്ച ഫലം കാണുന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഞങ്ങൾ എന്തായാലും പോകുന്നു, അവരുടെ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ആ ഫലം കണ്ടില്ല എങ്കിൽ ഞങ്ങൾ സമരം തുടരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റമില്ല. നമ്മൾ എത്ര ദിവസം എടുത്താലും
കാരണം ഞങ്ങൾ അതിന് വേണ്ടി ഇത്രയും വർഷം ഞങ്ങൾ 10-17 വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ആരോഗ്യം മുഴുവൻ ആരോഗ്യവകുപ്പിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവുമില്ലാതെ ഞങ്ങളെ വെറുതെ പറഞ്ഞു വിടാനാണ് എന്ന് അവർ തീരുമാനിച്ചില്ല. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ സമരം വിജയിക്കുന്നത് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും. അതിലൊരു മാറ്റവുമില്ല. കാരണം ഞങ്ങൾ രാപ്പകൽ ഞങ്ങളിവിടെ ഉള്ളതാണ്, രാവുന്ന പോലെ. അപ്പോൾ അവരൊന്നും, ഞങ്ങളും സ്ത്രീകളല്ലേ, അവർക്ക് മനസ്സിലാകത്തില്ലേ ഒരു സ്ത്രീ ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം അവർ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവരിവിടെ വന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. 10 മണിക്ക് നിങ്ങളുടെ ഒരു മഹാസംഗമവും പറഞ്ഞിട്ടുണ്ട്, ആശാ വർക്കർമാരുടെ ഒരു മഹാസംഗമവും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചർച്ചയോട് അനുബന്ധിച്ച് നടക്കുമോ അതോ അത് മാറ്റി വെക്കുന്നുണ്ടോ, എങ്ങനെയാണ്? ഇല്ല, അതുണ്ട്. മഹാസംഗമം എന്തായാലും ഇവിടെ നടക്കും. അപ്പോൾ ചർച്ചയ്ക്ക് ഇന്നലെ വിളിച്ച് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സംഗമം ഇന്ന് ഇവിടെ ഉണ്ടാവും. ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പോയിട്ട് വരുമ്പോഴും ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കും. മറ്റൊന്ന്, നിങ്ങളെ സർവേ കൊണ്ട് സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് പറയുന്നത്. അതായത് ഈ കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നതിനപ്പുറത്തേക്ക് നിരന്തരം ഓരോരോ സർവേകൾ തന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു പരാതി നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ ശൈലി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അത് ആദ്യം ഒരു ടൈം ചെയ്തു, അടുത്ത് രണ്ടാമത് വീണ്ടും വന്നു. അതിൽ പിന്നെ OTP എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 വീട് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് OTP എടുക്കുക എന്ന് പറഞ്ഞത്. അതിൻ്റെ പിന്നാലെ അടുത്ത് വന്നു ക്ഷയരോഗത്തിൻ്റെ സർവേ, അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ലെപ്രസി സർവേ, ഇനി അടുത്ത ക്യാൻസറിൻ്റെ സർവേ. ഇങ്ങനെ ഒന്നിനു പുറകെ അവരിങ്ങനെ സർവേ എന്ന് പറഞ്ഞ പണികൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പാലിയേറ്റീവ് കെയർ വിസിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആർദ്രം ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കണം. ഹോസ്പിറ്റൽ 2 ഡ്യൂട്ടി ഉണ്ട്. OTP മറ്റേ OP ഡ്യൂട്ടി എടുക്കേണ്ട ഗതികേട് വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മൾ വർക്ക്, ഞങ്ങളുടെ സാലറി എന്ന് പറയുന്നത് അറിയാമല്ലോ, 7000 രൂപയാണ് ഓണറേറിയം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രജനി, അത് തന്നെയാണ് കാരണം. നമുക്കറിയാം കോവിഡ് സമയത്തെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചൊരു വിഭാഗമാണ് ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും സന്ദർശിക്കും, അതോടൊപ്പം തന്നെ ഈ കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിക്കണം, അവരോടൊപ്പം നിൽക്കുക, മറ്റ് പരിപാലിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, സമൂഹത്തിൽ ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നൊരു വിഭാഗമാണ് ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് ആവശ്യമായ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായങ്ങൾ വേണമോ അത്തരം സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് ഇവർ പരാതിപ്പെടുന്നത്. മറ്റൊന്ന്, ഈ സമരവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 10-ാം തീയതി സമരം ആരംഭിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ പോലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വളരെ മോശമായി പോയി എന്നും ഇവർ പ്രതികരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു സമരത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ എന്തായാലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത്. അതും സ്ത്രീകളാണ്. പൊരിവെയിലത്തിരുന്നുകൊണ്ടാണ് സമരം 6ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് സർക്കാർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച 10 മണിക്ക് നടക്കും. ഇതിൽ ഫലമുണ്ടാകുമോ ഈ ചർച്ച എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്.